കടം കൊടുക്കലും വാങ്ങലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോർമലി ചെയ്യുന്ന ഒരു പരിപാടിയാണ്. നമ്മൾ പല ഫിനാൻഷ്യൽ സിറ്റുവേഷനിൽ ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് ഒരു സർക്കിൾ ഉണ്ടല്ലോ, സുഹൃത്തുക്കളായാലും കുടുംബക്കാരായാലും അങ്ങനെ മറ്റൊരു സർക്കിൾ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫിനാൻഷ്യൽ സിറ്റുവേഷനിൽ കുടുങ്ങി അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ നമ്മൾ കടം വാങ്ങും. അതേപോലെ നമ്മുടെ ചുറ്റുവട്ടമുള്ള ആരെങ്കിലും സാമ്പത്തികമായി പ്രതിസന്ധിയിലായി കഴിഞ്ഞാൽ നമ്മുടെ പൈസ ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും. അപ്പോൾ ഇതൊരു ഭയങ്കര ഹെൽപ്പിംഗ് സംഭവമാണ്. ഭയങ്കര സാമൂഹിക ഉത്തരവാദിത്വമുള്ള ഒരു സംഭവമാണ്. പക്ഷേ ഇത് പലപ്പോഴും പല രീതിയിൽ ഇതിനെ ചൂഷണം ചെയ്യുന്ന ഒരു സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. അതായത് കടം വാങ്ങിച്ച് നമ്മളൊരു മര്യാദ, നമ്മൾ ഒരാളടുത്ത് കടം വാങ്ങുമ്പോൾ ഇന്ന ഡേറ്റിന് തരാ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തിരിച്ച് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അയാളെ വിളിച്ച് പറയാനുള്ള ഒരു സാമാന്യ മര്യാദ ഉണ്ട്. അതിനനുസരിച്ച് അയാൾ നമ്മുടെ അടുത്ത് പൈസ ചോദിക്കുമ്പോൾ നമ്മൾ വളരെ കയർത്ത രീതിയിൽ സംസാരിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അയാൾക്ക് നമ്മൾ കൊടുക്കുന്ന പൈസയാണ്. അതേപോലെ ഒരാളെ നമ്മൾ സഹായിച്ചിട്ട് അയാൾ നമുക്ക് തിരിച്ചു തരാതെ ഇതേപോലെ ഡേറ്റ് മാറ്റി പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവം, അതായത് ഈ ഒരു ചൂഷണം നടക്കുമ്പോൾ മെയിനായിട്ട് സംഭവിക്കുന്നത് വെച്ചാൽ ആ ബന്ധങ്ങളിൽ വലിയ വിള്ളലുണ്ടാവും. പരസ്പരം വെറുക്കാൻ തുടങ്ങും. ഒക്കെ കടങ്ങൾ വാങ്ങുന്നതും കടങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ പരിശുദ്ധമാക്കപ്പെട്ട കുറേ ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങൾ മാക്സിമം സാമ്പത്തിക ഇടപാട് നല്ല രീതിയിൽ നടത്തുന്നുണ്ടെങ്കിൽ മാത്രം ആ ബന്ധങ്ങൾ ഉപയോഗിക്കുക, സാമ്പത്തിക ഇടപാട്. അല്ലെങ്കിൽ ആ ബന്ധങ്ങൾ ഒരിക്കലും നിങ്ങൾ ഇല്ലാതാക്കരുത്. സാമ്പത്തികമായി നിങ്ങൾ ഇടപാട് നടത്തി ആ ബന്ധങ്ങൾ ഇല്ലാതാക്കരുത്. ഈ ഒരു കടം വാങ്ങിച്ച് ഇങ്ങനെ ഡേറ്റ് മാറ്റി പറഞ്ഞു നമ്മൾ പല അവസ്ഥയിലായിരിക്കും. ചിലപ്പോൾ നമുക്ക് പറഞ്ഞ ടൈം തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. പക്ഷെ വാക്ക് നമ്മളിങ്ങനെ തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസ്ഥകൾ കൊണ്ടാണതൊക്കെ. പക്ഷെ എന്നാലും നമ്മൾ ആ വാങ്ങിച്ച ആളോട് കൃത്യമായ ഒരു വാക്ക്, അല്ലെങ്കിൽ പിന്നെയും ഒരു അവധി, 2 അവധി, 3 അവധി അങ്ങനെ വാങ്ങിച്ച് അയാളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നതിന് പകരം നമ്മൾ കളവ് പറഞ്ഞ് നമ്മൾ അഭിമാനത്തിന് ശതമേൽപ്പിച്ച് അങ്ങനെ ആ ബന്ധത്തിന് നമ്മൾ വെറുപ്പിച്ച് എത്ര നഷ്ടങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സാമ്പത്തിക ഇടപാട് നടത്തുമ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ നടത്താൻ നോക്കാം. അല്ലെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു സമൂഹത്തിൽ പല ബന്ധങ്ങളിലും വിള്ളലുണ്ടാക്കും. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നത്, കടം കൊടുക്കുന്നതും വലിയ കാര്യം തന്നെയാണ്. പക്ഷേ തിരിച്ചു കിട്ടുന്ന പൈസയാണെങ്കിൽ മാത്രം ആ ബന്ധങ്ങളിൽ പൈസ കൊടുക്കുക, അല്ലെങ്കിൽ ആ ബന്ധങ്ങൾ ഇല്ലാണ്ടാവും. അതേപോലെ നമ്മൾ കടം വാങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞ ഡേറ്റിന് തിരിച്ചു കൊടുക്കാൻ നമ്മൾ മാക്സിമം ആഗ്രഹിച്ചു കൊണ്ട് വാങ്ങാം. അഥവാ ഏതെങ്കിലും സിറ്റുവേഷൻ നമ്മൾ കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ മുൻകൂട്ടി പറഞ്ഞ് അയാളെ കൺവിൻസ് ചെയ്ത് ഒരു ഡേറ്റ്, ഒരു അവധി ചോദിക്കാം. ഇസ്മി മുഹമ്മദ് ഫലാ സൈനിങ് ഓഫ്. ബൈ ബൈ. നിങ്ങൾ ഈ തിരിച്ചു കൊടുക്കാണ്ടിരിക്കുന്ന ടൈം